ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനം ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്നോട് ഒന്ന് രണ്ട് ആളുകൾ എഴുതി ചോദിച്ച ഒരു വിഷയമാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം റെലവൻ്റായ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ സമീപകാലത്ത് ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു, ഞാൻ തന്നെ സൃഷ്ടിച്ച് ഞാൻ തന്നെ എഴുതിയിടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണിത് എന്ന് ചില ആളുകൾ പറഞ്ഞു. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ 2009 മുതലുണ്ട്. ഒരുപാട് ആളുകൾ മറിഞ്ഞിരുന്ന പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്നാൽ ചില വിദ്വാൻമാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് കേട്ടേക്ക് ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ സുരക്ഷിതരായി കഴിയും. ഇവരാരും ഇതിന് മറുപടി പറയുകയില്ല. എന്നോട് ചോദിക്കും, ഈ പക്കയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഞാൻ അതിന്റെ ഉത്തരം പറയും. ഞാൻ പറയുന്ന ദൈവത്തിന്റെ മുമ്പാകെ നല്ല മനസ്സാക്ഷി ഉള്ളവനായിരിക്കാനാണ് ഈ ഉത്തരം പറയുന്നത്. അപ്പൊ ചില പറയുന്നത് ഇതുപോലത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഞാൻ പറയുന്നത് എനിക്ക് അവസരങ്ങൾ നൽകപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ അതിന് അങ്ങനെ പറയുകയാണെന്ന് കുറെ എന്നെ ആക്ഷേപിക്കുന്ന കുറെ ആളുകളിവിടെ ഉണ്ട്. അത് മിക്കവാറുള്ള ആളുകൾ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ എന്നോട് ചില ആളുകൾ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഈയിടയിൽ നടക്കുന്ന ഈ കൺവെൻഷനുകളെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്താൽ നല്ലതാണ്. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാ അത് ചെയ്യുന്നത്? അപ്പോൾ അത് പറഞ്ഞു, അച്ഛന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും, അതുകൊണ്ട് അത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇതേക്കുറിച്ച് ഞാൻ പറഞ്ഞാലും യാതൊരു മാറ്റവും സമൂഹത്തിനുണ്ടാവുകയില്ല. കുറെ കൂടെ വിരോധവും വ്യക്തിപരമാക്കുന്ന വിദ്വേഷവും വർദ്ധിക്കുകയും പരോക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നതിനപ്പുറത്ത് വേറെ പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ വേർപെട്ട ദൈവത്തിന്റെ ഇടയിലെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഈ പെന്തക്കോസ്തുകാരുടെയും ബ്രദറുകാരുടെയും മൊത്തം കൺവെൻഷനെ ഒന്നിച്ചു ചേർത്താണ് ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ എന്നെ മറുപടി പറയാൻ പോകുന്നത്. ഒന്ന്, ഈ കൺവെൻഷൻ കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും പാപികളെ റീച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചൊരു ചോദ്യം. ഞാൻ എന്റെ അനുഭവശത്തും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചും അതിന് ഒരു വിശദീകരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവദൂതനല്ല, അതുകൊണ്ട് തെറ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ചില ആളുകൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് സോഷ്യൽ ഫോറമാണ്. ഇവിടെ ഇന്നതേ പറയാവൂ അല്ലെ ഇന്ന നിലയിലേ സംസാരിക്കാവുന്നൊന്നുമില്ല. എന്നോട് ചില ആളുകൾ പറയാറുണ്ട്, അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടാണ് നമ്മുടെ ആളുകളൊക്കെ ശുശ്രൂഷയ്ക്ക് വിളിക്കാത്തത് അല്ലെങ്കിൽ സഹകരിപ്പിക്കാത്തതെന്ന് പറയും. ഇതൊക്കെ പറയാൻ ആരെങ്കിലും ഒരാളെങ്കിലും വേണ്ടേ? ഇതൊന്നും പറയാതെ വളരെ എല്ലാം പറയേണ്ട ഒന്നും പറയാതെ പമ്മി നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് പൊതുജനത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ബാല്യകാലം മുതൽ നിരവധി കൺവെൻഷനുകൾ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. പ്രസംഗനായിട്ടല്ല, കേൾവിക്കാരനായിട്ട്. ആ കാലഘട്ടങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട അനേക ദൈവദാസന്മാർ ആ കാലത്തിന്റെ പ്രത്യേകതയായി ദൈവം എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരുടെ ശുശ്രൂഷ മുഖാന്തരം ധാരാളം ആളുകൾ മാനസാന്തര അനുഭവത്തിലൂടെ വീണ്ടും ജനത്തിലേക്ക് വരികയും അനേകർ സത്യം ഗ്രഹിക്കാൻ ഇടയായിത്തീരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സത്യം ഗ്രഹിച്ചവരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ കൺവെൻഷൻ യോഗങ്ങൾ പാടെ മോശമാകുന്നൊരു ചിന്താഗതി എനിക്കില്ല. എന്നാൽ കാലാന്തരത്തിൽ അതിന്റെ ലക്ഷ്യത്തിനും ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്യത്തിന് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടിന്റെ ഒരു പ്രത്യേക സീസണിൽ, പ്രത്യേകിച്ച് ഈ സമ്മർ കാലഘട്ടമാകുമ്പോൾ നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ മധ്യതിരുവിതാംകൂറിലും അപൂർവം ചില വടക്കൻ പ്രദേശങ്ങളിലും മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് പെന്തക്കോസ്ത് ബ്രദറൻ സഭകളുടെ കൺവെൻഷനുകൾ.
ഈ കൺവെൻഷനുകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നു. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ദൂരമേ നിന്ന് വീക്ഷിച്ചത് അനുസരിച്ച് അതിനെ ഒരു വിശ്വാസി സംഗമം എന്ന് വിലയിരുത്തിയാൽ മതിയാവും. അതാത് സഭ കുമ്മനാട്ട് IPCയുടെ, മുളക്കട ചർച്ച് ഓഫ് ഗോഡിന്റെ, പുല്ലൂർ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒക്കെ കൺവെൻഷൻ നടന്നു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസികളുടെ ഒരു സംഗമമായിട്ടാണ് ആ കൊടിവരവിനെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സഭാവിഭാഗത്തിന്റെയും അങ്ങനെയുള്ള കുമ്മനാടും പത്തനംതിട്ടയും കൊട്ടാരക്കരയും കോട്ടയത്തും ഒക്കെ നടക്കുന്ന യോഗങ്ങൾ വിശ്വാസികളുടെ ഒരു സംഗമ വേദിയായി ഇപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1990-കൾക്ക് മുമ്പ് ധാരാളം ആളുകൾ ഔട്ട്സൈഡേഴ്സും നമ്മുടെയൊക്കെ കൺവെൻഷനുകളിൽ വന്ന് സുവിശേഷം കേൾക്കുമായിരുന്നു. തലസ്ഥിതിക്കൊക്കെ വളരെ മാറ്റമുണ്ടായി. ശാസ്ത്ര, സാങ്കേതിക, സാമൂഹിക മണ്ഡലങ്ങളിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ സുവിശേഷ ലോകത്തും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്റെ ബാല്യകാലം മുതൽ ഉള്ള കാലത്ത് ഏതെങ്കിലും ഒരു സഭാഗോളിന്റെ വകയായിട്ടില്ലാതെ ഏതെങ്കിലും പറമ്പുകളിലൊക്കെ കെട്ടിപ്പൊക്കിയ പന്തലുകൾ വലിയ ദേവദാസന്മാരെ കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അപ്പൊ അവരെ പ്രസംഗിക്കുകയും സുവിശേഷം നന്നായി കരയാറ്റ നിലയിൽ പറയുകയും പല പാപികളായ ആളുകൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവരെ സത്യം മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. അപൂർവം ചില ആളുകൾ സ്നാനപ്പെട്ട് തങ്ങൾക്ക് ബോധ്യതയുള്ള സഭകളുടെ അംഗങ്ങളായി വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ പ്രസംഗകര് ധാരാളമുണ്ട്. ഒരു കൺവെൻഷൻ വേദിയിൽ ഏതെങ്കിലും നിലയിൽ ഒരവസരം ലഭിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളുമുണ്ട്. ഞാൻ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തപ്പോൾ ഇവരാരും തന്നെ ഈ കൺവെൻഷൻ വേദികളിൽ ഏതെങ്കിലും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് അവര് ദൈവസഭയുടെ അംഗങ്ങളായി തീരണം എന്നുള്ള താല്പര്യം കൊണ്ടോ ആത്മഭാരം കൊണ്ടോ പ്രസംഗിക്കുന്ന ആളുകളല്ല. മറിച്ച് തങ്ങൾക്കൊരു പ്രസംഗ അവസരം ലഭിക്കണം എന്നുള്ളതുകൊണ്ടും ആ അവസരത്തിലൂടെ ആളുകൾ അവരെ അംഗീകരിക്കുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നുള്ള വിദൂരമാകുന്ന ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും ഈ കൺവെൻഷനിൽ നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് നടത്തപ്പെടുന്ന കൺവെൻഷനിൽ മിക്കവാറും ഉള്ളതെല്ലാം നാമമാത്രമായി നമ്മുടെ വിശ്വാസികൾ മാത്രമായി കൂടി വരുന്ന കൂടിവരവുകളും അതിനകത്ത് പുതുതായി രക്ഷിക്കപ്പെടുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുന്ന ആളുകൾ വളരെ വിരളവുമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ യാഥാർത്ഥ്യം. ഈ അടുത്ത സമയത്ത് ഒരാള് പറഞ്ഞൊരു പ്രസ്താവന, കഴിഞ്ഞ 25 വർഷങ്ങൾക്കുള്ളിൽ പത്തനംതിട്ട ജില്ലയിലുള്ള സഭകളിൽ പുതുതായി ഒരാൾ രക്ഷിക്കപ്പെട്ട് വിശ്വാസസ്നാനം സ്വീകരിച്ച് ആ സഭയുടെ അംഗത്വം സ്വീകരിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതും ശരിയാണ്. ഇപ്പോൾ കൺവെൻഷനുകളുടെ പൊതുപ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ കൂടി വരുന്ന സ്ഥലങ്ങളിൽ പാപികളായ ആളുകൾ കൂടുതലായി ഔട്ട്സൈഡേഴ്സ് വരികയോ അവരാരെങ്കിലും സുവിശേഷം കേൾക്കുകയോ അവർ രക്ഷിക്കപ്പെടുകയോ അവർ സ്നാനപ്പെട്ട് നമ്മളൊക്കെ നിൽക്കുന്ന സഭാഭാഗങ്ങളിലേക്ക് വരികയോ ചെയ്യുന്നില്ല. അതിനൊക്കെ ഒരുപാട് കാര്യകാരണങ്ങളുണ്ടാവാം. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അങ്ങനെയുള്ള ശുശ്രൂഷകളേക്കാൾ വാസ്തവത്തില് ഒരു പ്രാദേശിക സഭ അതിന്റെ ചുറ്റുപാടുമായുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ മീറ്റിംഗുകൾ, അതായത് ഈ മുറ്റത്ത് കൺവെൻഷൻ പോലെയൊക്കെയുള്ള ചെറിയ മീറ്റിംഗുകൾ വെച്ച് സുവിശേഷ പ്രഭാഷകരെ വിളിച്ച് അവിടെ ആവക സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്താൽ കുറഞ്ഞപക്ഷം ആ പ്രദേശങ്ങളിലെ ആളുകളെങ്കിലും ദൈവവചനം കേൾക്കുവാനിടയായി തീരും. കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ട്രാവൻകൂറിനെ സംബന്ധിച്ച് സുവിശേഷം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഗോസ്പൽ സാച്ചുറേറ്റഡ് ഏരിയ എന്നാണ് ഈ സെൻട്രൽ ട്രാവൻകൂറിനെ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആ നിലയിൽ ഉള്ള ആത്മരക്ഷയൊന്നും ഇത്തരം യോഗങ്ങൾ നടക്കുന്നില്ല. എന്നാൽ വിശ്വാസികളുടെ ഒരു സംഗമവേദിയായി അത് തീരുകയും അവിടെ വിശ്വാസികൾക്ക് അവരുടെ കൂടിവരവുള്ള പ്രായോഗികമാകുന്ന ഉപദേശ സത്യങ്ങളൊക്കെ പറയുകയും ചെയ്താൽ കുറെ കൂടെ ബോധവൽക്കരണം ഉപദേശ സത്യങ്ങളിൽ വിശ്വാസികൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ നല്ലതാണ് കവലകളിലൊക്കെ നിന്ന് പ്രസംഗിക്കുക. അതിന്റെ പ്രസക്തി ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞു. കവലകളിൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ആളുകൾ കവലകളിൽ പ്രസംഗിക്കാൻ പോകാറില്ല. അതൊരു നാണം കെട്ട കാര്യമായിട്ട് പല ആളും ചിന്തിക്കും. ഞാൻ ഇന്ന് പകലും രാവിലെ മുതൽ ആ ശുശ്രൂഷയിലായിരുന്നു. ഇപ്പൊ സന്ധ്യയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഒരു ലൈവിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്നുള്ള 4-5 ദിവസങ്ങളിൽ എന്റെ ജോലി ചെയ്ത് തന്നെ.
അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് രക്ഷയുടെ മൂല്യം എന്താണെന്ന് അറിയാം, രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ എന്ന നിലയിൽ. അതുകൊണ്ട് ഞാൻ ആ ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്നുള്ള കണക്കൊന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം കണക്ക് കൊടുക്കേണ്ട സെൻട്രൽ ഓഫീസൊന്നും എനിക്കില്ല. ഞാൻ ഒരു കേന്ദ്ര ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഡേറ്റാസ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ സുവിശേഷം കേൾപ്പിക്കുക എന്നുള്ള ആ ദൗത്യ നിർവഹണത്തിന്റെ ഒരു ഭാഗം എല്ലാം നിവർത്തിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകുന്നെങ്കിൽ എൻ്റെ ഈ പ്രായത്തിലും അത് എൻ്റെ ഒരു നിയോഗമായി ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ആളുകളെ രക്ഷിക്കപ്പെടുത്താൻ വേണ്ടി ആളുകളെ സുവിശേഷം കേൾപ്പിക്കുക എന്നുള്ള ഹൃദയത്തിന്റെ നൊമ്പരം കൊണ്ട് കൺവെൻഷൻ വേദികൾ സംഘടിപ്പിക്കുകയും അവിടെ ആളുകൾ പ്രസംഗിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സത്യവിരുദ്ധമാകുന്ന പ്രസ്താവനയാണ്. ഈ നാളുകളിലൊന്നും എവിടെയും അങ്ങനെയൊന്നും കാണുന്നില്ല. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കാര്യപരിപാടികളും അതിന്റെ ചുമതലപ്പെട്ടവരായ ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊരു വാസ്തവമായ കാര്യം. ഇനിയും പെന്തക്കോസ്റ്റൽ സഭയുടെ IPCയുടെ കൺവെൻഷൻ 103ാമത്തെ കുമ്മനാട്ട് നടക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് വാസ്തവത്തിൽ എനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. എങ്കിലും വേർപെട്ട സഭകളുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ബ്രദറുകാരും പെന്തക്കോസ്തുകാരും എല്ലാം വേർപാട് സഭാ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ ഇപ്പോൾ നടന്ന ഈ സമീപ ദിവസങ്ങളിൽ നടന്ന രാഷ്ട്രീയമൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയും പത്രങ്ങളിൽ കൂടിയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവിടെയും അവരുടെ വിശ്വാസികളാണ് വരുന്നത്. പിന്നെ അവർക്ക് ബ്രദറുകാരെ അപേക്ഷിച്ച് ചില ട്രിക്സുകളൊക്കെ ഉണ്ട് ഈ കൺവെൻഷൻ ആളുകളെ ഈ കൂട്ടിവരുത്താൻ വേണ്ടി. അതിന് മിക്കവാറും അവരുടെ ബാനറുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് സുവിശേഷ മഹായവും വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയും എന്നുള്ള ഒരു വലിയ ബാനർ അത് കാണും. സുവിശേഷയവും വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയും. എനിക്ക് ഞാൻ 5ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് 5, 6, 7 ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ വളർന്നു വന്ന നാരങ്ങാനം വില്ലേജിൽ തോന്നിയാമലേ ഞങ്ങൾക്ക് ഏതെങ്കിലും വയറുവേദനയോ ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ പോകുന്നത് ഇലന്തൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡിസ്പെൻസറിയാണ്. ആ ഡിസ്പെൻസറിയിൽ പോയി അത്യാവശ്യം മരുന്ന് വാങ്ങിക്കും. ഒന്നൊരു ഡോക്ടറൊക്കെ ആ സാധനമേ ഉള്ളൂ. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടായിരുന്നത് പത്തനംതിട്ട ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലും കോട്ടയംകാരൻ എന്ന് പറയുന്ന ആളിന്റെ ഒരു ആശുപത്രിയും അതാണ് പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടായിരുന്നത്. പിന്നെ പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രി ഉണ്ടായിരുന്നു. മാലക്കര ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു, അതിപ്പോഴും ഉണ്ട്. അതിപ്പോൾ കുറച്ചുകൂടെ വിപുലമാക്കപ്പെട്ടു. കോഴഞ്ചേരിയിൽ നിന്ന് കാണുന്ന മുത്തൂറ്റ് ഹോസ്പിറ്റൽ, പൊയ്യാൻ ഹോസ്പിറ്റൽ, രാജൻ ഡോക്ടറുടെ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പിന്നെ പത്തനംതിട്ട കാണുന്ന മുത്തൂറ്റ് ഹോസ്പിറ്റൽ, ഇതുപോലെയുള്ള പ്രശസ്തമായ ആശുപത്രികളൊക്കെ വളരെ വിരളമായിരുന്നു. തിരുവല്ല സൈഡിലേക്കൊക്കെ ആളുകൾ പോകുന്നത് വളരെ പ്രയാസമാണ്. കാര്യം അന്ന് ട്രാൻസ്പോർട്ടേഷൻ മീൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ട്രീറ്റ്മെന്റിലാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ സുവിശേഷയവും വൻപിച്ച രോഗശാന്തി ശുശ്രൂഷയും എന്ന് പറയുന്ന ബാനർ ഇന്നത് ഒരു പൊളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം അറിയാമോ, ഈ പറയപ്പെട്ട സ്ഥലത്ത് വരുന്നവർക്ക് ആർക്കും ഒരു രോഗശാന്തിയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇനി രോഗശാന്തി ലഭിക്കുന്നില്ലെങ്കിലും പാപശാന്തിയെങ്കിലും ലഭിച്ചാൽ മതിയായിരുന്നു. അത് ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇപ്പൊ ഏതായാലും അതുകൊണ്ട് ഈ ബാനറിനകത്ത് മാത്രമുള്ള രോഗശാന്തിയായിട്ട് അത് അവശേഷിക്കുന്നു. അതും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിൽ ഈ നമ്മുടെ കേരളത്തിൽ പൊങ്ങിയിട്ടുള്ള പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ എണ്ണം വളരെ അധികമാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെ എത്ര പ്രശസ്തമായ ഹോസ്പിറ്റലാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, പിന്നെ ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുകയാണ്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതല്ലാതെ ഇവിടെ ഈ വമ്പിച്ച സുവിശേഷയോഗവും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും വെച്ചിട്ട് ഒരു മനുഷ്യൻ പോലും സൗഖ്യം പ്രാപിച്ചതായിട്ട് എങ്ങും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ദൈവികമായ രോഗശാന്തിയെ എതിർക്കുന്നു എന്നല്ല. ചില ആളുകൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ഞാൻ അതിനെ എതിർക്കുന്നയാളാണ്. അൻസന്മാരാണെന്നൊക്കെ അങ്ങനെ ഞാൻ അതിനെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളായിട്ടൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിന് ഒരാളെ സൗഖ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ ഈ നാടാകെയുള്ള മുഴുവൻ ആൾക്കാരെയും പരിശുദ്ധാത്മാവ് അങ്ങനെ സൗഖ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
10,000 ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ 3 പേര് രക്ഷപ്പെട്ടിരിക്കാം, അപൂർവമായി രക്ഷപ്പെട്ടിരിക്കാം. ബാക്കി ആളുകളൊക്കെ തുടർ ചികിത്സകളോ ചികിത്സയുടെ അന്ത്യത്തിലോ മരണത്തിന് വശപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യേശുക്രിസ്തുവിന്റെ കാലത്തും അപ്പോസ്തലന്മാരുടെ കാലത്തും അരങ്ങേറിയതുപോലുള്ള അത്ഭുത രോഗശാന്തിയൊന്നും ഇന്ന് എവിടെയും നടക്കുന്നില്ല. പിന്നെ സ്റ്റേജിലും വീഡിയോയിലും യൂട്യൂബിലും ഒക്കെയായിട്ട് പലതുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ പ്രേക്ഷകരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പരിപാടി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഈ കാലഘട്ടങ്ങളിലെ കൺവെൻഷനുകൾ കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയോജനമുണ്ട്. അത് പ്രസംഗിക്കാൻ പോകുന്നവർക്ക് നല്ല ഒരു സാമ്പത്തിക കൂട്ടായ്മ കിട്ടും. അത് മുഖാന്തരം നല്ല വാഗ്ദോർണയിലും വാക്ശൈലിയിലും പിന്നെ അവർക്ക് കണ്ടക്ഷോഭം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന കൺവെൻഷനുകളിലെ അടുത്തേക്കുള്ള പ്രവേശനം ആ ഒരു കൺവെൻഷൻ മുഖാന്തരമായി കിട്ടും. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ടാവും. എന്നതിനൊക്കെ അപ്പുറത്ത് ഈ ആത്മാക്കളെ സഭയിലേക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഞാൻ ഉള്ള കാര്യം സത്യമായി പറയുന്നതുകൊണ്ട് ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അത് എന്നോട് ഈ അടുത്ത കാലത്തും 1-2 പേര് പറഞ്ഞു, സഹോദരൻ കുറച്ചുകൂടെ അഗ്രസീവ് അല്ലായിരുന്നെങ്കിൽ ഈ ശുശ്രൂഷകൾക്കൊക്കെ. ഏത് ശുശ്രൂഷയാ ഇവിടെ എന്നെ വിളിച്ച് പ്രസംഗിപ്പിച്ചാലും ഈ വിശ്വാസ കൂട്ടങ്ങളോടാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. വിശ്വാസികളുടെ കൂട്ടത്തിൽ പോയിട്ട് ഇന്ന് രാത്രി നീ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, പിന്നെ കുമ്പനാട് പ്രദേശമേ പത്തനംതിട്ട ദേശമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചാലും അവിടെ വരുന്ന വിശ്വാസികളാണ്. ഇപ്പൊ വിശ്വാസികളോട് ആണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. അതിനെ എന്നെ വിളിക്കാറില്ല. വിളിച്ചാൽ വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തെ സംബന്ധിച്ച് ഒരു മെസ്സേജ് ഞാൻ പറയും. അത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് അവർ വിളിക്കാറില്ല. കാര്യം വിളിച്ചാൽ എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ യോഹന്നാൻ സ്നാപകനെയും ഏലിയാവിനെയും പ്രസംഗിക്കാൻ വിളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അന്നത്തെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെ സാധാരണ അങ്ങനെ വിളിക്കാറില്ല. യോഹന്നാൻ മരുഭൂമിയിലെ പ്രസംഗനായിരുന്നു. ഞാനും കവലയിൽ പ്രസംഗിക്കുന്നവനാണ്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇതിപ്പോ അതുകൊണ്ട് ഈ കൺവെൻഷനുകൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും വാസ്തവത്തില് ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉതകുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഉണ്ടാകുന്നെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സഭകളിലേക്കൊക്കെ പുതിയ ആളുകൾ വരണം. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു ABC ഏതോ ഒരു ന്യൂസ് ഞാൻ വായിച്ചു. അപൂർവമായിട്ട് TV ഓൺ ചെയ്യാറുണ്ട്. അങ്ങനെ വായിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു സ്റ്റാറ്റിക്സ് എന്നെ ഞെട്ടിച്ചു. ആ ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ക്രിസ്ത്യൻസിന്റെ എണ്ണം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ആരും ഇവിടെയില്ല. വിദ്യാഭ്യാസമുള്ള പിള്ളേർ, ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങളാണുള്ളത്. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ ഐക്യനാടുകളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും സിംഗപ്പൂരിലേക്കും ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അയർലൻഡ്, ന്യൂസിലാൻഡ് രാജ്യങ്ങളിലേക്കും ഒക്കെ അവർ ജോലി എളുപ്പത്തിൽ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവർക്ക് വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? അവർക്ക് ഈ ജോലി ചെയ്ത് ഭാവി ഭാസുരപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് 60 എബവ് ഉള്ള ആളുകളാണ്. മിക്കവാറും ഉള്ള ആളുകളില്ല, 60-ന് മേലുള്ള ആളുകളാണ്. അവർ ABS ബസ്സുകാരായി പറഞ്ഞു. ഈ 60-ന് മേലുള്ള ആളുകൾ മാക്സിമം ലൈഫ് സ്പാൻ ഇവിടെ കിട്ടിയത് 80 ആണെങ്കിൽ അനദർ 20 years. ഈ അടുത്ത സമയത്ത് പ്ലംബാനി പിതാവ്, റോമൻ കത്തോലിക്കയുടെ പ്ലംബാനി പിതാവ് പറഞ്ഞ ഞെട്ടിക്കുന്ന വിഷയം, ഇനി അനദർ 20 years വിശുദ്ധ കുർബാന കൊടുത്താൽ വാങ്ങിക്കഴിക്കാൻ ഇവിടെ ആളുകൾ കാണുകയില്ലെന്നാണ് പറയുന്നത്. ഓർത്തഡോക്സിലെ പ്രശസ്തനായ ഒരു അച്ഛനെ കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഇപ്പോ വികാരികളാകാൻ ആളുകളില്ല. കാര്യം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളില്ല. വയസ്സന്മാരായ അച്ഛന്മാരെ കൊണ്ട് കുർബാനകൾ ചൊല്ലിക്കുന്നത് ആളുകളില്ല. വളരെ പ്രയാസമാണ്. അപ്പൊ ആ നിലയിലേക്ക് ക്രൈസ്തവ സമൂഹം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേർപെട്ട സഭകളുടെ എണ്ണവും പെന്തക്കോസ്തുകാർ സാധാരണയായി പൊതുവെ ബ്രദറുകാരെ സംബന്ധിച്ച് ആക്ഷേപിച്ച് പറയുന്ന ഒരു വിഷയം വംശനാശം സംഭവിക്കുന്ന വിഭാഗമാണ് എന്നവർ പറയുന്നുണ്ട്. കാരണം അവർക്ക് എണ്ണം കൂടുതലുണ്ട്, നമുക്ക് എണ്ണം കുറവാണെന്നുള്ളതാണ്. ശരിയാണ്, വളരെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ പ്രാദേശിക സഭകളിലും 5 കുടുംബം, 8 കുടുംബം, 10 കുടുംബം, 12 കുടുംബം, ടോട്ടൽ നമ്പേഴ്സ് 30, 20, 40 ഒക്കെ വന്നിരിക്കുകയാണ്. ഉള്ളത് തന്നെ സമാധാനമായി മുമ്പോട്ട് പോകുന്ന അന്തരീക്ഷം വളരെ കുറവാണ് പല സ്ഥലങ്ങളിലും. അപ്പൊ ഈ സ്ഥിതി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇൻ അനദർ 20 years many of the church halls will be closed down. അനേക സഭാമുകളും അടയ്ക്കപ്പെടും. പിന്നെ പലതിലേക്കും ആളുകൾ പുതിയ അഡീഷൻസ് ഇല്ലതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കൺവെൻഷനുകളൊക്കെ ഇങ്ങനെ നിലയ്ക്കാൻ പോവുകയാണ്. പിന്നെ മാറി വരുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ പരിസ്ഥിതി അതും ഇതിനൊരു മുഖാന്തരമാണ്. സൂക്ഷ്മമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കാണ് ഈ ഓൺകമ്മിങ് ഡേഞ്ചർ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ രാഷ്ട്രീയ വീക്ഷണവും രാഷ്ട്രീയ സ്ഥിതിഗതികളും സമീപനങ്ങളും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് അനുകൂലമല്ലാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുമ്പേ ഞാൻ വാർത്ത വായിച്ചു ഫേസ്ബുക്കിനകത്ത്, നേരമൊന്നും എനിക്കറിയാൻ വയ്യ. ഇനി സദ്യയാണ് UP-യിലെ ഈ പ്രാവശ്യം ക്രിസ്മസിന് വെക്കേഷൻ ഇല്ല. യോഗി ഭരിക്കുന്ന സ്ഥലത്ത് സ്കൂളുകൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ഇല്ല എന്ന് കേട്ടു. ഇതൊക്കെ ഇവിടെ കേരളത്തിലൊക്കെ വരും. നമ്മളിവിടെ ദൈവം സുവിശേഷത്തിന്റെ വെളിച്ചം ഏതെങ്കിലും ഒരു സമൂഹത്തെ ഏൽപ്പിച്ചിട്ട് ആ സമൂഹം അതിൽ വിശ്വസ്തത കാണിക്കാതിരിക്കുകയും ദൈവത്തോട് കൃതാർത്ഥത ഇല്ലാത്തവരായിരിക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ആ സമൂഹം കുറെ കാലം കഴിയുമ്പോൾ ദൈവം തന്നെ അവരെ കൈവിടും. പിന്നെ ഒരു കാലഘട്ടത്തിന്റെ പ്രകാശം നിലയിൽ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രകാശം തലമുറയായ 1000 സംവത്സരത്തിലേക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടമില്ല. ഹൂങ്കാര പ്രതാപത്തോടെ ചരിത്രത്തിന്റെ താഴേക്കല്ലായി ഉയർന്നു വന്ന ബാബിലോൺ, മേദോപോസിയ, ഗ്രീസ്, റോമ എന്നീ സാമ്രാജ്യ നാഗരീതികൾ ചരിത്രത്തിന്റെ ഭാഗങ്ങളായി ചരിത്രത്തിലൂടെ ഇഴുകിച്ചേർന്ന ചരിത്രം നമുക്കറിയാം. BA ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അറിയാം. അപ്പോ അതുപോലെ തന്നെ സഭാ ചരിത്രത്തിൽ 20 നൂറ്റാണ്ടിൽ 21 നൂറ്റാണ്ടുകളിൽ ഉയർന്നും പൊങ്ങിയും വന്ന നിരവധി നവീന പ്രസ്ഥാനങ്ങൾ ഒരു കാലഘട്ടം വരെ പ്രോജ്വലമായി ചരിത്രത്തിൽ നിൽക്കുകയും പിന്നീട് അത് ദൈവത്തിൽ നിന്നും ദൈവവരത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ അത് അസ്തമിച്ചു പോവുകയും ചെയ്യാം. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ പറയുന്ന ആസിയയിലെ 7 സഭകളുടെ അഡ്രസ്സുകൾ ഭൂമിയിലില്ല. പൗലോസ് ലേഖനം എഴുതിയ എഫേസോസിലെ സഭ ഭൂമിയിലില്ല. യെരുശലേമിലെ സഭ ഭൂമിയിലില്ല. ആ പൗലോസ് പ്രേക്ഷിത വൃത്തിയിലൂടെ സ്ഥാപിച്ച സഭകളൊന്നും തന്നെ ഇന്ന് ഭൂമിയിലില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവയെല്ലാം കാലവിഭ്രമത്തിങ്കൽ ഈ ചരിത്രത്തിന്റെ ഭാഗങ്ങളായി മാറിക്കഴിഞ്ഞു. പിന്നെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും തന്റെ നാമത്തോട് വിശ്വസ്ത പുലർത്തുന്ന ഒരുപറ്റം ആളുകളെ ദൈവം ഒരു ശേഷിപ്പ് നിലയിൽ തന്റെ രക്ഷാപദ്ധതിയിലേക്ക് ആകർഷിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യുന്നു. ആ തലമുറ ദൈവത്തോട് വിശ്വസ്തരായിരുന്നാൽ, പ്രത്യേകിച്ച് വചനം അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ, പ്രസംഗിക്കുന്ന കാര്യം മാത്രമല്ല, പ്രസംഗിക്കുമ്പോൾ വലിയ ഗീർവാണങ്ങൾ പറഞ്ഞ ശേഷം പ്രസംഗത്തിന് നേരെ വിപരീതമായി ജീവിച്ചാൽ സഭാപരിപാലനം ഇങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയും അതിന് വിപരീതമായി അയോഗ്യന്മാരും അനാത്മികന്മാരും അതിൽ ഭരിക്കുകയും ചെയ്താൽ ഈ സഭകളോടൊന്നും ആളുകൾ വരികയില്ല. കാരണം അറിയാമോ, ഒരു സഭായോഗത്തിനൊക്കെ ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ ആത്മീയ സന്തോഷമൊക്കെ പ്രതീക്ഷ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഭീകരാന്തരീക്ഷമോ മാനസിക സമ്മർദ്ദവുമാണ് ലഭിക്കുന്നതെങ്കിൽ ആളുകൾ അങ്ങോട്ട് വരാനായിട്ട് മടിക്കും. അതൊക്കെയാണ് നമ്മളെയൊക്കെ കാണുമ്പോൾ. ഈ അടുത്ത കാലത്ത് ഞാൻ 1-2 മാർത്തോമാക്കാരോടും ഓർത്തഡോക്സുകാരോടും ഒക്കെ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് എനിക്ക് ബോധ്യമായി. അപ്പം ഞാൻ അവരോട് സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് 1-2 പേര് ചോദിച്ചു, നിങ്ങളുടെ എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് വരേണ്ടത് എന്നോട് ചോദിച്ചു. എന്നിട്ട് വേറെ 2-3 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഞാൻ ഉത്തരം മുട്ടി, ഒന്നും പറഞ്ഞില്ല. ദൈവം നിങ്ങൾക്ക് തരുന്ന പ്രകാശം അനുസരിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോകും. ഇതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി. ഇപ്പൊ ഈ വിദൂര ഭാവിയിൽ ഈ കൺവെൻഷനുകളൊക്കെ നിൽക്കും, അല്ലെങ്കിൽ നിൽക്കേണ്ടി വരും. കാരണം അറിയാമോ, കൺവെൻഷനുകൾ പ്രസംഗിക്കാൻ അവസരം കാത്തിരിക്കുന്ന സുവിശേഷ പ്രസംഗികർ കവലകൾ പ്രസംഗിക്കാനോ വീട് സന്ദർശിക്കാനോ സുവിശേഷം വ്യക്തിഗതമായി പങ്കിടാനോ ഒന്നും തൽപരരായ ആളുകളല്ല. അവര് ഈ കൺവെൻഷൻ വേദികൾ പ്രത്യക്ഷപ്പെട്ട് പ്രശസ്തരായി തീരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇത് പറഞ്ഞപ്പോഴാണ് എന്നോട് പേര് പറഞ്ഞത്, എന്നെ കൺവെൻഷൻ വിളിക്കാത്തതിന്റെ കൊതിക്കറിനാണ്. എന്നെ കൺവെൻഷൻ വിളിച്ചാൽ ഇത് തന്നെ എന്റെ സ്ഥിതി. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? ഇപ്പൊ കൺവെൻഷൻ ഇവരിൽ പലരും കൺവെൻഷൻ പ്രസംഗിക്കുന്നതിനേക്കാൾ അധികം സോഷ്യൽ ഫോറത്തിൽ കൂടി ഞാൻ ആളുകളെ റീച്ച് ചെയ്യുന്നുണ്ട്. അത് വേർപാടുകാരല്ലെന്നല്ലേ ഉള്ളൂ, മറ്റനേക ആളുകൾ. ദൈവത്തിന്റെ വചനം, ഞാൻ ഒരു ദിവസം ക്ഷീണം കൊണ്ട് ഒരു മെസ്സേജ് പറയാൻ വരാതിരുന്നു കഴിഞ്ഞാൽ, വെച്ചാൽ ഇന്ന് മെസ്സേജ് ഇല്ലേ എന്നെ വിളിച്ചു ചോദിക്കുന്ന, വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് ഈ ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. അത് ഇന്ന് വരെയും ദൈവം എന്നെ കൊണ്ട് നിവർത്തിക്കുന്നു. സോ അനദർ 3 to 4 days I will be engaged in ഓപ്പണർ മീറ്റിംഗ്. അതുകൊണ്ട് ഞാൻ ആ ശുശ്രൂഷയിൽ വ്യാപൃതനാണ്. എനിക്കിതൊരു വിഷയമല്ല. എന്നെ സംബന്ധിച്ച് കർത്താവിന് പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കാനാണ്. കൃപാവരം തന്നതും അതാണ്. അത് ഞാൻ ജനം കേട്ടാലും ഇല്ലെങ്കിലും കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നു. എനിക്ക് എന്റെ കൃത്യമായി ചെയ്തു എന്നുള്ള ആ ഹൃദയതയും എന്റെ മനസ്സിലുണ്ടാവും, ഹൃദയത്തിലുണ്ടാവും. ദൈവസന്നിധി നിൽക്കുമ്പോൾ ഇപ്പൊ ഇതിന്റെ എല്ലാം കണക്ക് ദൈവം ചോദിക്കുന്നത് ഇവിടെയല്ല. ക്രിസ്തുവിന്റെ ന്യായാസന മുമ്പാകെ നിൽക്കുമ്പോൾ
അവിടെ നമ്മൾ ഇവിടെ വെച്ച് എന്ത് ചെയ്തു എന്നുള്ളതിന്റെ വ്യക്തമായ അക്കൗണ്ട് അവിടെ കൃത്യമായി കാണും. അതനുസരിച്ച് ദൈവം ഓരോരുത്തർക്കും പ്രതിഫലം കൊടുക്കും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അർഹമായത് കിട്ടാൻ കഴിഞ്ഞ 1978 മുതൽ 78 2 80 20 2022 2042 47 വർഷത്തെ എന്റെ അധ്വാന ഫലം കർത്താവിന്റെ സന്നയിൽ ഉണ്ടാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധമോ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കാത്തതിന് പേരിൽ പരാതിയോ ആവലാതിയോ ഒന്നും, അങ്ങനെയൊക്കെ എനിക്ക് ആവലാതിയും പരാതിയും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുന്നവരുണ്ട്. എനിക്കൊരു പരാതിയില്ല. കാര്യം ഈ സമൂഹത്തിലേ പ്രസംഗിക്കേണ്ടി. അതുകൊണ്ട് എന്തോ പ്രയോജനമുണ്ട്? കുറെ തൊണ്ട കയറാന്നുള്ളതല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുള്ള ഇതാണ്, പ്രസംഗിക്കാൻ പോയി കുറച്ച് പൈസ കിട്ടും. അത് കൺവെൻഷന്റെ വകയായിട്ട് കുറെ കിട്ടും, കുറെ വ്യക്തികളും കുറെ കിട്ടും. അത് എനിക്ക് അങ്ങ് കുറവ് വരുമെന്നല്ലേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവം ഈ ഓരോ ഇടങ്ങഴി മന്ന ശേഖരിക്കാൻ പറഞ്ഞ ഇസ്രയേലിൽ ചില ആളുകളെ കൈ കിട്ടിയതെല്ലാം വാരിക്കൂട്ടി പിറ്റേ നാൾ നോക്കിയപ്പോൾ അതെല്ലാം പുഴുത്തുപോയി എന്ന് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കൺവെൻഷനെ പ്രസംഗിക്കാൻ പോകാഞ്ഞതിന്റെ പേരിൽ ദൈവം തമ്പുരാൻ എന്നെ പട്ടിണിയൊന്നും കരുതിയിട്ടില്ല. മറ്റുള്ളവരെക്കാൾ ഒട്ടും മോശക്കാരനും ആയിട്ടില്ല. കാരണം അവർക്ക് എന്തെല്ലാം ഉണ്ട് അതൊക്കെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നു. പിന്നെ എനിക്ക് ആദ്യം മുതൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞ സാധനം എതിർ ക്രിസ്തുവിന് കൊടുക്കാൻ ബാങ്കിൽ പൈസ നിക്ഷേപിക്കാൻ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ആ പൈസ വേണ്ട. 2, ഫിക്സഡ് ഡിപ്പോസിറ്റ് പൈസ എനിക്ക് വേണ്ട. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു വകയും ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ എന്റെ പേരിൽ സുവിശേഷം കൊണ്ടുള്ളത് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഇന്ന് വരെയും ശ്രമിച്ചിട്ടുമില്ല. പിന്നെ ഇനി അത് എനിക്ക് മക്കൾക്ക് വേണ്ടി കരുതേണ്ട ആവശ്യമില്ല. കാര്യം 2 പെൺമക്കളുണ്ട്. അവരെ 2 പേരെയും വിവാഹം കഴിച്ചു. അവർ 2 പേരും കുടുംബസ്ഥരാണ്. കൊച്ചുമക്കൾ 6 പേരുണ്ട്. അവരെ വെൽറ്റുടുക, അവരെ ദൈവം തമ്പുരാൻ ഞാനും എന്റെ ഭാര്യയും കർത്താവിന് വേണ്ടി വെയിൽ കൊള്ളുകയും അപമാനം സഹിക്കുകയും നിന്ന സഹിക്കുകയും വേദനപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ പ്രതിഫലമായി ഈ കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരെ 2 പേരും സ്വസ്ഥമായി അവരുടെ ജോലി സ്ഥലങ്ങളിൽ ആയിരിക്കുന്നു. അവരുടെ ഭർത്താക്കന്മാരുടെ കുടുംബം നോക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നു. അപ്പൊ അവർക്ക് ഞങ്ങൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് അയ്യോ അവർക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവരെ പട്ടിണി കിടന്നു പോകുമല്ലോ എന്ന് വെച്ചോട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം അവർ അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ഈ ഷെയർ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ പിന്നെ സുവിശേഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പൊ പരസ്യയോഗത്തിനാണ് ഞാൻ പോകുന്നത്. ആരെങ്കിലും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിന് പെട്രോളൊക്കെ വേണ്ടേ? കാര്യം പെട്രോളിന് 108 രൂപ വിലയാണ്. എനിക്ക് വണ്ടിയുണ്ട്, വാഹനമുണ്ട്, സ്വന്തമായ വാഹനമുണ്ട്. അതിൽ ഞാൻ പെട്രോൾ അടിച്ചാൽ പോകുന്നത്. ഇപ്പൊ ആരും തന്നില്ലെങ്കിലും ഞാനത് ചെയ്യുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ 2025 ഏകദേശം 248 കവലകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 248 കവലകളിൽ പ്രസംഗിച്ചു. ഇനി നാളെ രാവിലെ മുതൽ പിന്നെ ഇന്നും പ്രസംഗിക്കും. ഇനി നാളെയും മറ്റന്നാളും രാവിലെ 9 മുതൽ വൈകിട്ട് 6:30 വരെയും കവലകളിൽ പ്രസംഗമാണ്. അപ്പം ഒരു ശരാശരി ഒരു കവലയിൽ 4 സ്ഥലത്ത് പ്രസംഗിച്ചാലും അടുത്ത 2 ദിവസം 8 ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അശേഷം പ്രസംഗത്തിന്റെ കൊതി എനിക്കില്ല. കാര്യം ഞാൻ നന്നായിട്ട് അത് ചെയ്തുകൊണ്ട് അപ്പൊ എനിക്ക് പ്രശ്നമില്ല. ഇനി ആരും നയപൈസ അതിലും പെട്രോൾ അടിച്ചുകൊണ്ട് പോയി ഞാനത് ചെയ്യും. ഞാനും വൈകിട്ട് ഒന്നിച്ചാൽ പോകുന്നത് ഞങ്ങളത് ചെയ്യുന്നു. അതിന്റെ പേരിൽ പിരിവൊന്നും ഞാൻ നടത്താറില്ല, ആരും ചോദിക്കാറുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ദൈവസ്ഥനിൽ നിൽക്കുമ്പോൾ പ്രതിഫലം ഉണ്ടാകും. അപ്പൊ ഇവരെ ആരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സഭയിലോട്ട് വരണമെന്നല്ല ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നത്. അവരെ ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കണം എന്നുള്ള ആത്മഭാരത്തോടെയാണ്. അതുകൊണ്ട് കർത്താവ് ആ നിലയിൽ ഞങ്ങളെ നടത്തുന്നു. ദൈവം ഈ സൃഷ്ടി ചെയ്തു. ഇപ്പൊ എന്നോട് 2-3 പേര് ചോദിച്ച ചോദ്യത്തിന് ഞാൻ അങ്ങ് ഉത്തരം പറയാണ്. കൺവെൻഷനുകൾ എന്ന് പറയുന്നത് പൂർവ്വകാലങ്ങളിൽ ഉണ്ടായിരുന്നതെല്ലാം ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത് നടത്തപ്പെട്ടിരുന്നത്. ഇപ്പോഴ് അതിന് ലക്ഷ്യം അങ്ങനെയാണെങ്കിലും അവരോട്ട് ആരും ഈ രക്ഷിക്കപ്പെടാനുള്ള ആൾക്കാർ വരാറില്ല. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ എന്ന് പറയുന്ന വിശ്വാസികളാണ് കൂടി വരുന്നത്. ഞാനതിനെ ഒരു വിശ്വാസി സംഗമമായിട്ട് കണക്കാക്കുന്നു. ഞാൻ തന്നെയല്ല, സാമാന്യ സുബോധമുള്ള ചിന്തിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ അതിനെ കണക്കാക്കുന്നു. അത് നടക്കട്ടെ. നമുക്കെന്തൊരു പ്രശ്നം? അത് നടത്തട്ടെ. അതിനൊന്നും നമ്മളാരും ഒന്നും എതിരായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. മനസ്സുള്ളവർ അതിൽ പോയി സംബന്ധിക്കുക, സാവകാശമില്ലാത്തവർ പോകാതിരിക്കുക, ദൈവം ഓരോരുത്തരെയും ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുക. ഏതായാലും ഒന്നെനിക്കറിയാം, കർത്താവിന്റെ നാളിൽ നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡുകളും അംബീഷൻസും പെർപ്പസസും ഒക്കെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും അവന്റെ സന്നിധിയിൽ പുകഴ്ചയുണ്ടാകും എന്നാണ് ദൈവവചനം പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നു.
മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വിശ്വസിക്കുന്നു. ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് ദൈവം തക്കതായ പ്രതിഫലം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യേണ്ടതായിരുന്ന ചില ശുശ്രൂഷകൾ എനിക്ക് നൽകാതിരുന്ന ആൾക്കാർ വേറെ ചില തട്ടിപ്പറിച്ചത് ചെയ്തതിനും എന്റെ അക്കൗണ്ടിലേക്ക് അതിന്റെ ഞാൻ ചെയ്യേണ്ടപ്പോൾ അതിനുള്ള പ്രതിഫലവും കൂടെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവത്തോട് എനിക്ക് വളരെ കൃതാർത്ഥതയും നന്ദിയുമുണ്ട്. യാതൊരു പരാതിയും ഇല്ല. അപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഞാൻ ചെയ്യുക. അത് ഇത്രത്തോളമൊക്കെ ചെയ്യാൻ ദൈവം പ്രാപ്തിപ്പെടുത്തി. എന്നേക്കാൾ പ്രായം കുറഞ്ഞ് എത്ര ആളുകൾ മരണപ്പെട്ടു പോയി ഇതിനോടകം തന്നെ. കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് എന്റെ പ്രായം 65 കഴിഞ്ഞ് 66 കഴിഞ്ഞ് എന്റെ താഴെയുള്ള എത്രയോ ആളുകൾ മരണത്താൽ പോയി. ഞാൻ 20ാമത്തെ വയസ്സിൽ പോകുമെന്ന് വിധി എഴുതുക. പിന്നെ 45 വർഷം കൊണ്ട് ദൈവം തന്നല്ലോ. അപ്പൊ അതിലൊക്കെ ഞാൻ 100% സംതൃപ്തനാണ്. എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പലരുമുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത് ചോദിച്ച പുള്ളിയുടെ പേര് പറയണമെന്ന് പറഞ്ഞു. അത് ഈ ഭീരുക്കളാ കൂടുതലുള്ളത്. കരുതറിയാമോ? എനിക്കത് പേര് പറയുന്ന ഇഷ്ടമല്ല. എന്നാൽ ഈ ഭീരുക്കൾ ചോദ്യം ചോദിച്ചു. കാര്യം അവർക്ക് ഉത്തരം പറയാൻ ഇഷ്ടമില്ല. നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്യണം. ആരെങ്കിലും വെറുപ്പുണ്ടായെങ്കിൽ എന്നെ വെറുത്തോടെ എന്നുള്ള അപ്പൊ അവർക്ക് ഉത്തരം കിട്ടും. അപ്പൊ എനിക്ക് ദൈവത്തെ ഒഴികെ മനുഷ്യനെ ഭയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ.